ഹായ് ഫ്രണ്ട്സ്, ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. ഞാനപ്പോൾ ഇന്ന് വീണ്ടും ഒരു ടീച്ചിങ് എക്സ്പീരിയൻസുമായാണ് വന്നിരിക്കുന്നത്. എൻ്റെ നോർത്ത് ഇന്ത്യൻ സ്കൂളിലെ മറ്റൊരു അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. ഒരു കുഞ്ഞനുഭവമാണ്, പക്ഷേ ഇതിലൊരു വലിയ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവർ കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ അറിയിച്ചാൽ എനിക്കതൊരു ഇതാവും, നിങ്ങളും അത് മനസ്സിലാക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ എക്സാമിൻ്റെ ഒരു ടൈമാണ്. എക്സാമിൻ്റെ ടൈം വരുമ്പോൾ നമുക്ക് എക്സാം ഡ്യൂട്ടീസ് ഇടുമല്ലോ. അപ്പോൾ ഒരു ടീച്ചർ, മലയാളി ടീച്ചർ തന്നെയാണ് നമ്മളോടൊപ്പം. മോർണിംഗും മിക്കവാറും നമ്മൾ ഒരുമിച്ചായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഈവനിങ്ങിൽ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ ഷിഫ്റ്റാണല്ലോ. അപ്പോൾ ആഫ്റ്റർനൂണിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ, സ്കൂൾ കഴിഞ്ഞ് പോകുമ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ മോളെയും ബേബി സിറ്റിങ്ങിൽ നിന്ന് ഞാൻ എടുക്കും, ആ ടീച്ചറിൻ്റെ കുഞ്ഞിനെയും ബേബി സിറ്റിങ്ങിൽ നിന്ന്. എൻ്റെ മോളൊക്കെ ചെറുതായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഞാൻ ബേബി സിറ്റിങ്ങിൽ നിന്ന് പിക്ക് ചെയ്ത് മോനെയും കൂട്ടി നമ്മൾ തിരിച്ച് മടങ്ങുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗഹൃദം ആ ടീച്ചേഴ്സുമായിട്ടൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലാസ് മുറിയിൽ, അന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ല, എക്സാം ഡ്യൂട്ടി ഇല്ല. ഇടയ്ക്ക് ഒരു ഡേ എക്സാം നടക്കുന്ന സമയത്ത് ഓരോ ഡേയ്സിൽ ഓരോ ടീച്ചേഴ്സ്, അതായത് നമ്മുടെ സബ്ജക്റ്റ് എക്സാം നടക്കുന്നതിൻ്റെ അന്ന്, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ എക്സാമാണ് ക്ലാസ്സസിൽ നടക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ ഫ്രീ ആയിരിക്കും. കാരണം ആ ടീച്ചറിന് എല്ലാ ക്ലാസ്സസിലും പോയി ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യമുള്ളതുകൊണ്ട് ആ ടീച്ചറിനെ അവർ ഫ്രീ ആയിട്ട് വയ്ക്കും. അപ്പോൾ എൻ്റെ ഫ്രീ ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഈ ടീച്ചർ നിൽക്കുന്ന ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോയി. അപ്പം ഏകദേശം കുറച്ച് എക്സാം തുടങ്ങി ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ സമയം കുറച്ച് കഴിയുമല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ടീച്ചറിൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അറിയാതെ. അപ്പം പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കണ്ണുനീരങ്ങ് തുടച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് ഇതായി. കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവർ സ്പെക്സ് യൂസ് ചെയ്യുന്ന ടീച്ചറാണ്, അതുകൊണ്ട് കുട്ടികളത് നോട്ടീസ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ പിന്നീട് അപ്പോഴൊന്നും ചോദിച്ചില്ല. പിന്നീട് എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലാസ് റൂമിൽ, നമ്മുടെ സ്റ്റാഫ് റൂമിൽ വരുമല്ലോ. അപ്പം ഞാൻ ടീച്ചറിനോട് ഇങ്ങനെ പ്രൈവറ്റായിട്ട് ചെന്ന് ഞാൻ ടീച്ചറിനെ സെപ്പറേറ്റായിട്ട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ ടീച്ചർ ഇങ്ങനെ കണ്ണിൽ കൂടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഞാൻ കണ്ടല്ലോ, എന്തിനാ കരഞ്ഞതെന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് ടീച്ചർ ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല, പക്ഷെ എൻ്റെ കാല് ഭയങ്കരമായി കഴച്ചിരുന്നു. ഒരുപാട് നേരം ലോങ് സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ തന്നെ ടീച്ചേഴ്സ് ലോങ് സ്റ്റാൻഡിങ് ആണല്ലോ. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ അത് ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ സമയം നമ്മൾ കാല് നമുക്ക് വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, കാലിലൊരു പെയിനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നതാണ്. അതായത് ഫിസിക്കൽ പെയിൻ ഒരു മെൻ്റൽ പെയിനായി മാറി. അതായത് നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരവസ്ഥ, കാലിൻ്റെ കഴപ്പ് കൊണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ ടീച്ചേഴ്സിന് ഇരിക്കാൻ ഒരിടത്തും ഒരു ചെയർ പോലും ഈ സ്കൂൾസിലില്ല. നോർത്ത് ഇന്ത്യൻ സ്കൂൾസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉള്ളി ഒരു ടേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബ്ലാക്ക് ബോർഡ്. പക്ഷേ ഇരിക്കാനുള്ള ചെയേഴ്സ് ടീച്ചേഴ്സിനുണ്ടാവില്ല. ഞാൻ പഠിപ്പിച്ചപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഇല്ല. പക്ഷേ അവർ വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രാവിലെ വീട്ടിൽ ജോലിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിങ്ങിലാണ് എല്ലാ ജോലിയും ചെയ്യുന്നത് അല്ലേ. വീട്ടിലെ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത്, കിച്ചൺ വൃത്തിയാക്കുന്നത്, മറ്റുള്ള എല്ലാ ജോലികളും പോകുന്നത് വരെ, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് വരെയുള്ള പണികൾ ഏറെക്കുറെ നിന്നിട്ടുള്ള ജോലിയാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ലോങ് സ്റ്റാൻഡിങ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും സമയം മണിക്കൂറുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു രക്ഷയില്ലാത്ത കാല് വേദന ഉണ്ടാവും. യങ് ഏജ് ആണെങ്കിൽ പോലും നമ്മൾ കുറേ നിന്ന് കഴിയുമ്പോൾ നമുക്കതൊരു കാലിന് വേദന ഉണ്ടാവും. അപ്പോൾ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം, ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് വരെയൊക്കെ ഓക്കെയാണ്. അത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഫിസിക്കൽ ഫറ്റീഗ്നെസ് അത് നമ്മളെ ബാധിക്കും, ടയേർഡ്നെസ്. പിന്നീട് ഈ വേദന, നമ്മുടെ അസഹ്യത, ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇരിക്കാൻ ഒരു ചെയർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് നമുക്ക് സ്കൂൾസിൽ നിന്ന് ഉണ്ടാകുന്നത്. ഞാൻ CBSE സ്കൂൾ, നോർത്ത് ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. ഇവിടുത്തെ സ്കൂൾസിലും പ്രൈവറ്റ് സ്കൂൾസിലും എനിക്ക് തോന്നുന്നില്ല ഇരിക്കാൻ ചെയർസ് ഉണ്ടെന്ന്. ഇനി അഥവാ ചെയർ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ടീച്ചേഴ്സ് എപ്പോഴും ഇരിക്കണമെന്ന് ഞാൻ അഭിപ്രായം പറയില്ല.
നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നിന്നും ഒന്ന് റൂം ചെയ്തും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ടീച്ചർ എന്താ ഹൈ ഹീൽഡ് പോലത്തെ ഒരു ചപ്പലും കൂടെ ആയിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്, സാൻഡൽസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഹീൽസ് ഉള്ള ചപ്പലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് സ്കൂളിലും വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻവിജിലേഷനും കൂടെ ചെയ്യുന്ന കാരണം എക്സാമും കൂടെ ടൈം ആയതുകൊണ്ട് ഒരു മിനിറ്റ് പോലും ഇരിക്കാനുള്ള ഒരു ചെയർ പോലും അവിടെ ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഇത് എന്നെയും ബാധിച്ചിട്ടുണ്ട്. ഞാനും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാനും ഇതുപോലെ കാല് നല്ല രീതിയിൽ നമുക്ക് പെയിൻഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ടീച്ചേഴ്സ് എന്ന് പറയുന്നതും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ അവർക്ക് ഇടയ്ക്കെങ്കിലും ഒരു ഇരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഫുൾ ടൈം ഇരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും ടീച്ചറിന് ഒരു ഫിസിക്കൽ ടയർഡ്നെസ് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാനുള്ള ഒരു ചെയർ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നോർത്ത് ഇന്ത്യയിലൊക്കെ, പക്ഷേ അത് വളരെ വിഷമകരമായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ലൈഫ് മറ്റുള്ള ജോലികൾ പോലെ തന്നെ വളരെയധികം ഫിസിക്കൽ സ്ട്രെയിനും അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെയിനും ഉള്ള ഒരു ജോലിയാണ്. പക്ഷേ ഈ ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ, അതായത് ഒരു ടീച്ചറാണെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ചിന്ത, അത് ഒരു അധ്യാപിക എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ വേദനകൾ സഹിച്ചിട്ടായാലും അവർക്കൊരിക്കലും ആ ജോലിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, മാനസികമായും പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എല്ലാവരും, കുറേ പേര് ടീച്ചേഴ്സിനെ സ്നേഹിക്കുന്നവരുണ്ട് അല്ലേ. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് നല്ല റെസ്പെക്റ്റും അതുപോലെ സ്നേഹവും തരുന്നവരുണ്ട്. അപൂർവം ടീച്ചേഴ്സെങ്കിലും കുട്ടികളുടെ മാനസിക വിഷമത്തിന് കാരണമായ വേറെ അനേകം ടീച്ചേഴ്സുണ്ട്. എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ മോളുടെ ഒരു ടീച്ചർ തന്നെ അവളെ ഒരുപാട് മാനസികമായി തളർത്തിയിരുന്നു. പക്ഷേ ഞാൻ ഇതിനു മുമ്പും ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലാ ടീച്ചേഴ്സുമല്ല. മറ്റു ചില ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ദൈവതുല്യരാണ് എന്ന് വിശ്വസിക്കേണ്ട ധാരാളം അധ്യാപകരുമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒരേ ലിസ്റ്റിൽ പെടുത്താൻ കഴിയില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. ഇരിക്കുക എന്നുള്ളത്, നമുക്കൊരു ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ നിന്ന് കഴിയുമ്പോൾ ഒന്ന് ഇരിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു അവകാശമാണ്, ഒരു റൈറ്റാണത്. അപ്പോൾ ഇത്രയും പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ. ലവ് യു ഓൾ.